അമേരിക്ക ഇറാൻ യുദ്ധം അവസാനിക്കുന്നു എന്നുള്ള വാർത്തയാണ് മലയാളികളുടെ ജീവിതത്തെ സാരമായി ബാധിച്ചൊരു യുദ്ധമായിരുന്നു അത്. മാത്രമല്ല നമ്മുടെ വീട്ടമ്മമാരുടെ അടുക്കളയിൽ ബോംബിട്ട യുദ്ധമാണ് ഈ അമേരിക്ക ഇറാൻ യുദ്ധം. കാരണം നമ്മുടെ പാചകവാതകത്തിന് വില കൂടുന്നു, അത്യാവശ്യ സാധനങ്ങൾക്ക് വില കൂടുന്നു, അങ്ങനെ അവരുടെ കുടുംബ ബജറ്റ് താളം തെറ്റി, അങ്ങനെ ഒരുപാട് ദുസ്വാധീനങ്ങളും പിന്നെ പ്രവാസികളുടെ റെമിറ്റൻസ് കുറയുന്നു. കേരളത്തിലേക്കുള്ള കഴിഞ്ഞ പെരുന്നാൾ ദിനത്തിൽ തന്നെ നമ്മൾ കണ്ടതാണ്, കോഴിക്കോട് കമ്പോളങ്ങളിലൊക്കെ തന്നെ ആൾത്തിരക്കില്ലായിരുന്നു. അപ്പോൾ ഇതൊക്കെ സംഭവിച്ചിട്ടുള്ള ഒരു സാഹചര്യത്തിന് അറുതിയാകുന്നു. യുദ്ധത്തിൻ്റെ കാർമേഘങ്ങൾ ഒഴിയാൻ പോകുന്നു എന്നുള്ള സന്തോഷകരമായ വാർത്ത. ഇറാനുമായി കരാറിലെത്തിയതായിട്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രഖ്യാപനം പലപ്പോഴും നമുക്ക് വിശ്വാസത്തിലെടുക്കാൻ കഴിയുന്നില്ലെങ്കിലും ഇത് വിശ്വസിക്കാമെന്ന് തോന്നുന്നു. ഹോർമോസ് കടലിടുക്ക് ടോൾ രഹിതമായി തുറക്കുമെന്നും തീരുമാനം വന്നിട്ടുണ്ട്. ഇറാൻ്റെ തുറമുഖങ്ങൾക്ക് മേലുള്ള ഉപരോധം നീക്കം ചെയ്യുന്നതിനും അമേരിക്കൻ പ്രസിഡന്റ് അംഗീകാരം കൊടുത്തതായി വാർത്ത വരുന്നുണ്ട്. ഈ കരാർ വെള്ളിയാഴ്ച സ്വിറ്റ്സർലൻഡിലെ ജനീവയിൽ വെച്ചാണ് ഒപ്പിടുന്നത്. അത് ഇറാൻ്റെ സ്ഥിരീകരണം വന്നിട്ടുണ്ട്. സമാധാന കരാർ പ്രഖ്യാപിച്ച അതേ ദിവസം തന്നെ ലോകകപ്പിനായി ഇറാൻ ഫുട്ബോൾ ടീം അമേരിക്കയിലെത്തി. അമേരിക്കയിൽ നിന്ന് മധു കൊട്ടാരക്കര തത്സമയം ചേരുകയാണ്. അതുപോലെ സെൻട്രൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് ഈ ഒരു സന്തോഷ നിമിഷത്തിൽ ബി ദിലീപ് കുമാറോട് ചെന്ന് ഗുഡ് മോർണിംഗ് ടു ബോത്ത് ഓഫ് യു. മധു, അമേരിക്കയിൽ നിന്നുള്ള നേർസാക്ഷികൾ എന്തൊക്കെയാണ് ഇപ്പോൾ? നമുക്ക് വല്ലാത്ത ഒരു സന്തോഷവും സമാധാനമുണ്ട്. വരുന്ന ആഴ്ചകളിലൊക്കെ തന്നെ നമ്മുടെ സമ്പദ് മേഖല, നമ്മുടെ കമ്പോളങ്ങൾ, നമ്മുടെ റെമിറ്റൻസ് എല്ലാം മെച്ചപ്പെടുമെന്നുള്ള പ്രതീക്ഷയാണ് നമുക്കുള്ളത്. ഗുഡ് മോർണിംഗ് ദിലീപ് കുമാർ. ഇന്ന് വാഷിംഗ്ടൺ സമയം 5:30 US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഈ നിർണായക പ്രഖ്യാപനം നടത്തിയത്. അതായത് ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാനുമായിട്ടുള്ള കരാർ പൂർണ്ണമായിരിക്കുന്നു, അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും അഭിനന്ദനങ്ങൾ എന്നാണ് ട്രംപ് പറഞ്ഞത്. അത് മാത്രമല്ല, തന്ത്രപ്രധാനമായ ഹോർമൂസ് കടലിടുക്ക് ഇറാൻ വീണ്ടും തുറക്കുമെന്നും പകരം ഇറാൻ തുറമുഖങ്ങളിൽ ഏർപ്പെടുത്തിയിരിക്കുന്ന അമേരിക്കൻ നാവിക ഉപരോധം പിൻവലിക്കുവാൻ അത് ഉത്തരവിട്ടതായിട്ടും ട്രംപ് വ്യക്തമാക്കി. ഇതുകൂടാതെ ട്രംപ് പറയുന്നത്, ലോകത്തെ കപ്പലുകളെ നിങ്ങളുടെ എല്ലാം എഞ്ചിൻ സ്റ്റാർട്ടാക്കിക്കൊള്ളൂ, എണ്ണ പ്രവാഹം വീണ്ടും ഹോർമൂസ് കടലിടുക്കിലൂടെ തുടങ്ങട്ടെ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതുമാത്രമല്ല, പുതിയ പരമോന്നത നേതാവായ അയത്തുള്ള മുസ്തഫ ഖൊമേനിയുടെ മാർഗനിർദ്ദേശ പ്രകാരമാണ് ഈ ധാരണാപത്രത്തിന് അന്തിമ രൂപം നൽകിയതെന്ന് ഇറാൻ സുപ്രീം നാഷണൽ സെക്യൂരിറ്റിയും വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ വരുന്ന വെള്ളിയാഴ്ച 19-ാം തീയതി സ്വിറ്റ്സർലൻഡിലെ ജനീവയിൽ വെച്ചായിരിക്കും ഈ കരാറിൽ ഔദ്യോഗികമായി ഒപ്പുവെക്കുന്നത്. ഈ പുതിയ കരാർ പ്രാബല്യത്തിൽ വരുന്നതോടെ ഇറാൻ ഒരിക്കലും ഒരു ആണവായുധം കൈവശപ്പെടുത്തില്ലെന്ന് ഉറപ്പാക്കാൻ കഴിയുമെന്നാണ് US പ്രസിഡന്റ് JD വാൻസ് ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നത്. ആണവായുധം നിർമ്മിക്കുവാനോ അല്ലെങ്കിൽ മറ്റെവിടെന്നെങ്കിലും നിന്നും വാങ്ങിക്കുവാനോ ഉള്ള ഇറാന്റെ എല്ലാ ശ്രമങ്ങളും ഈ കരാറിലൂടെ പൂർണ്ണമായും തടയാനാകുമെന്നാണ് വാൻസ് അവകാശപ്പെടുന്നത്. അതുമാത്രമല്ല, ഇറാൻ ഈ കരാർ പാലിച്ചാൽ ഒരു അടുത്ത 50 വർഷത്തേക്ക് പശ്ചിമേഷ്യയെ അത് അടിസ്ഥാനപരമായിട്ട് വലിയ തോതിൽ മാറ്റിമറിക്കുമെന്നാണ് JD വാൻസ് പറയുന്നത്. ജനീവയിൽ JD വാൻസ് ആയിരിക്കും മിക്കവാറും ഈ കരാർ അമേരിക്കയ്ക്ക് വേണ്ടി ഒപ്പിടുന്നത്. തന്നെയുമല്ല, വാൻസ് പറയുന്നത് ഒരുപക്ഷെ ഡൊണാൾഡ് ട്രംപ് തന്നെ നേരിട്ട് ജനീവയിൽ എത്തുവാനുള്ള സാധ്യതയുണ്ട്. 60 ദിവസത്തെ താൽക്കാലിക വെടിനിർത്തലിനാണ് ഇപ്പോൾ ഈ രണ്ടുപേരും ഒരു ധാരണയായിരിക്കുന്നത്. ഇതിന് മധ്യസ്ഥ വഹിച്ചത് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫ്. അദ്ദേഹമാണ് ഈ കരാറിന്റെ വിവരങ്ങൾ തിങ്കളാഴ്ച പുലർച്ചെ ആദ്യം പുറത്തുവിടുന്നത്. ഇത് കൂടാതെ ഖത്തറിന്റെയും അതുപോലെ ഈ പാകിസ്ഥാനും ഒക്കെ അവസാന വട്ടം ചില നാടകീയ സംഭവങ്ങൾ നടന്നു. അതിനുശേഷമാണ് ഈ കരാറിലേക്ക് എത്തിയത്. ഇന്ന് രാവിലെ കാര്യങ്ങളെല്ലാം പാളിപ്പോകുന്ന രീതിയിലായിരുന്നു. ഈ ലെബനൻ തലസ്ഥാനമായ ബെയ്റൂട്ടിൽ ഇസ്രായേൽ ഒരു ശക്തമായ വ്യോമാക്രമണം നടത്തി. അതോടുകൂടി കരാർ പ്രതിസന്ധിയിലാവുകയായിരുന്നു. പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഒരു വിവേകമില്ലാത്ത മനുഷ്യനാണെന്ന് ഡൊണാൾഡ് ട്രംപ് പരസ്യമായിട്ട് കടുത്ത ഭാഷയിൽ വിമർശിക്കുകയും ചെയ്തു. തുടർന്ന് അമേരിക്ക അവസാനവട്ടം ചില ഇളവുകൾ നൽകിയതിനെ തുടർന്നാണ് ഇറാൻ ഈ കരാറിലേക്ക് വന്നതെന്നാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. അതേസമയം ഈ ഇറാൻ കരാർ ലംഘിച്ചാൽ ശക്തമായ സൈനിക തിരിച്ചടി ഉണ്ടാകുമെന്നൊരു മുന്നറിയിപ്പ് ഡൊണാൾഡ് ട്രംപ് ന്യൂയോർക്ക് ടൈംസുമായിട്ട് സംസാരിക്കുമ്പോൾ പറഞ്ഞു. ഈ തുടർ ചർച്ചകളിൽ അന്തിമ ആണവ കരാറിൽ എത്തുവാൻ പരാജയപ്പെട്ടാൽ ആണ് ഇങ്ങനെ സംഭവിക്കുന്നത്. അത് മാത്രമല്ല, അത്തരമൊരു സാഹചര്യത്തിൽ പശ്ചിമേഷ്യൻ രാജ്യങ്ങളുടെ വരുമാനത്തിന്റെ ഒരു 20% വാങ്ങി അമേരിക്ക ആ മേഖലയുടെ രക്ഷാധികാരിയാക്കി മാറ്റുമെന്നും പറഞ്ഞു. അതുമാത്രമല്ല, ഇതിനെ സഹായിച്ച ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻപിങ്, വ്ളാദിമിർ പുടിനെയും ഒക്കെ ട്രംപ് പ്രശംസിക്കുകയും ചെയ്തു. ട്രംപ് ഇന്ന് വളരെ ഹാപ്പിയാണ്. ട്രംപിന്റെ
അദ്ദേഹത്തിന്റെ 80ാം പിറന്നാൾ ആഘോഷം വൈറ്റ് ഹൗസിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം ഈ വൈറ്റ് ഹൗസിന്റെ മുമ്പിൽ അസാധാരണമായ ഒരു കായിക മാമാങ്കം അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രസിദ്ധമായ അൾട്ടിമേറ്റഡ് ഫൈറ്റിംഗ് ചാമ്പ്യൻഷിപ്പ്, അതായത് ഒരു നാടൻ ഗുസ്തി മത്സരം, അതിന്റെ നടുക്കാണ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ നിൽക്കുന്നത്. ആള് വളരെ ഹാപ്പിയാണ്. ഓക്കെ, താങ്ക് യു മധു കൊട്ടാരക്കര. അദ്ദേഹം മാത്രമല്ല, ഈ യുദ്ധം കൊണ്ട് ഒരുപാട് അനുഭവിക്കേണ്ടി വന്ന ആളുകൾ, നിരപരാധികൾ, അവരെല്ലാവരും തന്നെ ഇപ്പോൾ സന്തോഷപരമായ നിമിഷത്തിലാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.